നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഭാരതമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജ് നൽകിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ ഒരു വ്യക്തിയുടെ നീഡ്സിലേക്ക്, ആവശ്യങ്ങളിലേക്ക് കടക്കണം. അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ മിക്കവാറും ആഗ്രഹങ്ങളുടെ തലത്തിൽ, വാണ്ട്സിൻ്റെ തലത്തിലാണ് നിൽക്കുന്നത്. സംഭാഷണം നടത്തുന്നവനും സംഭാഷണം കേൾക്കുന്നവനും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മുടെ പാസ്റ്റ് ഹോണ്ട് ചെയ്യും. ഭൂതകാലം നമ്മളെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ, വാണ്ട്സ് എല്ലാം ഭൂതകാലത്തെ അനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കും. എല്ലാവർക്കും ഒരുപോലെ അല്ല ആഗ്രഹങ്ങൾ, പലതരത്തിലായിരിക്കാം. പക്ഷേ ഈ ആഗ്രഹങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്, ഫൗണ്ടേഷനായിട്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ശ്രദ്ധയെ കുറിച്ചിട്ട് പറയുന്നത് ഫെയ്ത്ത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ഫൗണ്ടേഷനാണ്. ഒരു വ്യക്തി എന്താണ് എന്ന് കാണിക്കുന്നത് അവൻ്റെ ശ്രദ്ധയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം അതിനുള്ളിലുണ്ട്. അത് നമ്മൾ പറയാണ്ട് തന്നെ പറയുന്നു. നമ്മൾ പറയില്ലേ, പറയാണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയില്ലേ, അതുപോലെ പറയപ്പെടാണ്ട് പറഞ്ഞ കാര്യങ്ങൾ. അതാണ് അവരുടെ നീഡ്, അതാണ് ആവശ്യം. ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, എനിക്ക്
വളരെ തിരക്കാണ്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, കുറേ ദിവസമായി ഞാൻ ഇത്ര പണിയെടുക്കുന്നു, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ സമയമുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഒട്ടും സമയമില്ല, എനിക്ക് കുറച്ച് സമാധാനം വേണം എന്നൊക്കെ പറയും. അപ്പം എന്താണ് അവിടെ അടിസ്ഥാനപരമായിട്ട് ആവശ്യം? നീഡ് എന്താണ്? അതായത് ആ വ്യക്തി ഒരു തരത്തിൽ അംഗീകാരം ആഗ്രഹിക്കുന്നു, ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ആ ദേഷ്യത്തിൻ്റെ ഉറവിടം അതാണ്, ഞാൻ കെയർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് പ്രൊട്ടസ്റ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഭക്ഷണത്തോടുള്ള വിരോധമായിട്ട് കാണിക്കും, എനിക്കിത് ഭക്ഷണം വേണ്ട എന്ന് പറയും. അപ്പം നീഡ് എന്താണ്? നമ്മളൊരു കഥ പറഞ്ഞു ഒരു ദിവസം. ഒരു അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം മോൻ വന്ന് പറയും, അമ്മ എനിക്ക് കാര്യം പറയാനുണ്ട്. അപ്പം അമ്മ ക്ഷീണിച്ചിരിക്കുന്നത് അമ്മ പറഞ്ഞു, നീ മിണ്ടാണ്ടിരിക്കുക, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നിട്ട് അമ്മ വിശ്രമിച്ചു. അമ്മ വിശ്രമിച്ച് തിരിച്ചു വന്നപ്പോൾ മോൻ അപ്പുറത്ത് ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. മോൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട. അപ്പോഴാണ് അമ്മ ഓർത്തത്, അവൻ എന്തോ പറയാൻ വന്നിരുന്നു, ഞാൻ കേട്ടില്ല. അപ്പം അമ്മ ചോദിച്ചു, എന്താണ് നീ പറയാൻ വന്നത്? ഞാൻ ക്ഷീണിച്ചോണ്ടല്ലേ? അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ്. എന്താണ് നീ പറയാൻ വന്നത്? അപ്പം നമ്മളൊന്ന് താഴുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എത്ര വലിയ ആളാണെങ്കിൽ ഒന്ന് താഴുക, വേണമെങ്കിൽ ഒന്ന് കഴിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും വരില്ല. എന്തിനാണ് നീ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുറേ ചോദിച്ചപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അവൻ എനിക്ക് 2 ചോക്ലേറ്റ് തന്നിട്ടുണ്ട്, ഒരു ചോക്ലേറ്റ് ഞാൻ അമ്മയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആവശ്യം എന്തായിരുന്നു? അമ്മയുടെ ആ ഒരു അംഗീകാരം, അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്ത ഒരു കാര്യമാണ് അവൻ കൊണ്ടുവന്നത്. അമ്മയെ ഓർത്തു, പക്ഷെ അമ്മ എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ബിലോങ്ങിങ്നെസ് അത് അവന് മിസ് ചെയ്തു. അതായത് നീഡ്, അതായത് അവൻ്റെ ആവശ്യം. അപ്പം അമ്മ അത് ശ്രദ്ധിച്ചുകൊണ്ട് ആ കണക്ഷൻ അവിടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്തു. അമ്മ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണക്ഷൻ പോകും. ഇങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ കണക്ഷൻ പോകുന്നത്. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, നിങ്ങൾക്ക് എനിക്ക് തരാൻ സമയമില്ല, അപ്പോൾ നോക്കിയാൽ നിങ്ങൾ തിരക്കിലാണ്, ജോലിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സൂം മീറ്റിംഗ് ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നു. എനിക്ക് വേണ്ടി ഒരു സമയമില്ല, എനിക്ക് മടുത്തു. അപ്പം എന്താണ് അവിടെ ആവശ്യം? അപ്പം ഭർത്താവ് എങ്ങനെയാണ് ഇടപെടേണ്ടത്? അവിടെയും കണക്ഷൻ മിസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം. ഭർത്താവ് തിരക്കിലാണ്, ഭാര്യയ്ക്ക് വേണ്ടി തന്നെയാണ്, കുടുംബത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, പക്ഷെ ഇതൊന്നും ഭാര്യ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഹമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു, എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ നീ ഡിസ്റ്റർബ്ഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് കുറച്ചൊരു ദിവസം പുറത്തേക്ക് പോയാലോ എന്നൊരു സജഷൻ കൊടുത്താൽ അമ്മയ്ക്ക് ഭാര്യയ്ക്ക് അപ്പോൾ തന്നെ കണക്ഷൻ വരും. നമ്മളുടെ ആ ഒരു ആദ്യത്തെ ടോക്കിൽ തന്നെ അവിടെ കണക്ഷൻ വന്നത്. അത് എനിക്ക് ഭയങ്കര തിരക്കാണ്, നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ പോയി. പിന്നെ അവരുടെ ബന്ധം കൂടുതൽ അകന്നു പോകും. പിന്നെ കുറച്ചായിട്ട് ഭാര്യ മിണ്ടാതെയാവും, അകന്നു പോകും. ചിലപ്പോൾ അവരുടെ സൊസൈറ്റിക്ക് പോകും. ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്ന് ഡൈവേഴ്സിന് കലാശിക്കാനും പോകും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിനയം നമ്മൾ പുറത്തേക്ക് എടുക്കണം. കേൾക്കുന്നവർ, ലിസണിങ് കപ്പാസിറ്റി. നമ്മളിപ്പോൾ ലിസണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലിസണിങ് കപ്പാസിറ്റി. എല്ലാവരും ആഗ്രഹിക്കുന്നത് കേൾക്കപ്പെടണം എന്നാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ബിലോങ്ങിങ്നെസ് ആണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം പ്രകടമാക്കണമെന്നാണ്. നമ്മളത് ഇന്നലത്തെ സെഷനിൽ പറഞ്ഞു, സ്വാതന്ത്ര്യം, ഫ്രീഡം ഇസ് മൈ ബർത്ത് റൈറ്റ് എന്ന് ലോകമാന്യ തിലക് പറഞ്ഞു. ഫ്രീഡം എന്നുള്ളത് എന്താണ്? എനിക്ക് എൻ്റെ കഴിവുകളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ഫ്രീഡം, എനിക്ക് നോ പറയാനുള്ള ഒരു ഫ്രീഡം. അപ്പോൾ അല്ലെങ്കിൽ എന്നോടൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ ഒരു ഫ്രീഡം.
എനിക്ക് ഒപ്പീനിയൻസിനോട് ഡിഫർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം, ഇതൊക്കെയാണ് ഫ്രീഡം എന്ന് പറയുന്നത്. നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ഫ്രീഡം ഉണ്ട്, പക്ഷെ ഡിഫർ ചെയ്യാനുള്ള ഫ്രീഡം ഇല്ലെങ്കിൽ നമ്മൾ ഫ്രീഡം അല്ല. ഇപ്പോൾ പല രാജ്യങ്ങളുണ്ട്, ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി പ്രശ്നമായി, ചിലപ്പോൾ ശിക്ഷിക്കപ്പെടും. നമ്മൾ രാജ്യത്തിന്റെയും തന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ രാജ്യവിദ്രോഹമാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് വോയിസ് ചെയ്യാനുള്ള അധികാരം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയും. ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ ഫ്രീഡം എന്ന് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. അപ്പോൾ ശരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? തൻ്റെ ഉള്ളിലുള്ള ആ ക്രിയേറ്റീവ് ടാലന്റിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം എക്സ്പ്രസ്, കാരണം സോൾ, നമ്മുടെ ഉള്ളിലെ ലൈഫ് ഫോഴ്സ്, സോള് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, പൂർണ്ണമായുള്ള സ്വാതന്ത്ര്യം. ഇപ്പൊ ബന്ധിതമായിട്ടിരിക്കാൻ പല പല പ്രശ്നങ്ങൾ, ശരീരത്തിൽ കണക്റ്റഡാണ്, ശരീരത്തിൽ അറ്റാച്ച്മെന്റ്സിൽ ബന്ധിതം, പക്ഷെ അത് തിരിച്ചറിയുന്നില്ല, അതിനുള്ളത് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നമ്മൾ എൻകറേജ് ചെയ്യും, ആ ഫ്രീഡം എക്സ്പ്രസ് ചെയ്യാൻ, എക്സ്പ്രഷനുള്ള ഫ്രീഡം എൻകറേജ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വഴി തന്നെ ക്രിയേറ്റീവ് ടാലൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. സെൽഫ് ആക്ച്വേഷൻ എന്നൊക്കെ പറയും. ഓരോരുത്തർ അവരവരുടെ ക്രിയേറ്റീവ് ടാലന്റ് എന്താണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക, അത് അംഗീകരിക്കപ്പെടുക. ഇപ്പോൾ നല്ലൊരു കറി ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുക, അത് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുമ്പോൾ നല്ലതാണെന്ന് പറയാം. അതിൽ വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാം, ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. കുറ്റപ്പെടുത്തല്ല, അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് പറയാം. ഇപ്പോൾ റൂം അലങ്കരിക്കുന്നത്, പാട്ട് പാടുന്നത്, വരയ്ക്കുന്നത്, ഇതൊക്കെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമാണ്. സംസാരിക്കാൻ അനുവദിക്കുക. ആരെങ്കിലും സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നീ പറയണ്ട, മിണ്ടാണ്ടിരിക്കുന്ന അത് സംസാരിക്കണം, അവൻ്റെ കാര്യം അറിയട്ടെ. ഏറ്റവും ചെറിയ കുട്ടി കൂടി പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ലോകത്തിനെ മാറ്റുന്ന വലിയ വലിയ അഭിപ്രായങ്ങൾ വരുന്നത് ആരും ശ്രദ്ധിക്കപ്പെടാതെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരുടെ വായിൽ നിന്നാണ്. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്, മിണ്ടുന്നില്ല എന്ന് വിചാരിച്ചാൽ അവർക്കൊന്നും അറിയില്ല എന്നല്ല, കാരണം അവര് കേൾക്കപ്പെടുന്നില്ല, അവർ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല. അവർ പറയുന്നത് ഔട്ട് ഓഫ് ദ വേൾഡ് പറയും, ആരും കേൾക്കാത്ത ശബ്ദങ്ങളാണ് എന്ന് വിചാരിക്കുന്നവർ മിണ്ടില്ല, എന്തിനു പറയുന്നു? പക്ഷെ അവർ പറയുന്നതായിരിക്കും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും ഈ ടോപ്പിക്കിനെ കുറിച്ച് വീണ്ടും നമുക്ക് ഡിസ്കഷൻ തുടരാം. നന്ദി, നമസ്കാരം.